ഹായ് നമസ്കാരം ഫാസിലാണ്. നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ പലരുടെയും വീട്ടിൽ കിണർ വെള്ളം ഒന്നും ഉണ്ടാവില്ല. കാരണം കോർപ്പറേഷൻ വെള്ളം അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വെള്ളം പൈപ്പ് ലൈൻ വഴി വരുന്ന വെള്ളങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിലൊക്കെ ക്ലോറിൻ അടങ്ങാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ പലർക്കും നമ്മളെ ജീവാണു വളങ്ങൾ ഉണ്ടല്ലോ, ഇപ്പോൾ ജൈവ സ്ലറികളോ അല്ലെങ്കിൽ സൂഡോമോണസോ അങ്ങനത്തെ ഒക്കെ വളങ്ങൾ റെഡിയാക്കുന്ന ടൈമിൽ അത് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം ക്ലോറിൻ അടങ്ങിയ വെള്ളത്തിൽ നമ്മളെ ജീവാണു വളങ്ങളൊന്നും റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകുന്നതാണല്ലോ. അപ്പൊ അവരൊക്കെ ചോദിക്കുന്നതാണ് നമുക്ക് പിന്നെ എങ്ങനെയാണ് ഇതിനൊരു മാർഗം എന്നുള്ളത്. അപ്പൊ നമുക്ക് മഴവെള്ളം നമുക്ക് ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ മഴ പെയ്യുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ മഴവെള്ളം ശേഖരിച്ചിട്ട് അതിലൊക്കെ നമുക്ക് ജീവാണുവളങ്ങൾ സൂഡോമോണസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി കിണറ് വെള്ളം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുളത്തിലൊക്കെ ഉള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാം. ഇനി അതൊന്നും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള പൈപ്പ് ലൈനിലെ വെള്ളം തന്നെ നല്ല രീതിയിൽ തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അത് ആറാൻ വേണ്ടിയിട്ട് വെക്കുക. വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ആറാൻ വെക്കുക. അപ്പോൾ ഇപ്പോൾ നാളെ ഇപ്പോൾ നമ്മൾ സൂഡോമോണസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ അതൊന്ന് തിളപ്പിച്ചിട്ട് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നല്ല ആറിക്കെടുക്കും. അതിൽ നമുക്ക് ജീവാണു വളങ്ങൾ നമുക്ക് റെഡിയാക്കി ചെടികൾക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ സൂഡോമോണസ് ഇതൊക്കെ നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ.